തുമ്പൻ. മുല്ലക്കൽ വർക്കിയുടെ വള്ളത്തിൽ ഇടിക്കാൻ കഴിവുള്ള നാറി ആരായില്ല. മുല്ലക്കൽ വർക്കിയെക്കാളും വലിയ നാറികളില്ല. യാത്രാനുള്ളത് സൂത്താ പോകുമ്പോ ഒന്നും മിണ്ടണ്ട. നിന്റെ അപ്പനെ വരെ എനിക്ക് അറിയാവടാ. അത് ശരിയാടാ. നിന്റെ അപ്പനെ എനിക്ക് അറിഞ്ഞൂടാ. ആരാണെന്ന് നിശ്ചയമില്ലല്ലോ. ഒളിച്ചു താമസിക്കാൻ വന്നിടത്ത് എന്തിനാ വഴക്ക്? എന്റെ അപ്പനെ പറഞ്ഞാൽ ഞാൻ കേട്ടോണ്ടിരിക്കുമോ? വല്ലതും പറഞ്ഞോളാ? ഒന്നും പറഞ്ഞില്ല. അമ്മയ്ക്ക് അടങ്ങിയിരുന്ന് കുന്തയെത്തിക്ക്. എന്റെ അപ്പന്റെയും വലിപ്പം നിന്റെ അപ്പനെ അറിയാവടാ. ആ വലിപ്പം കാതിലെ തുളയ്ക്കായിരുന്നു. നിന്റെ വലിയപ്പന്റെ കാതിലെ തുളയിൽ കൂടിയാണ് എന്റെ അപ്പം കൊച്ചുനാളിലെ കുർബാന കണ്ടിട്ടുള്ളത്. മനസ്സിലായ? തക്ക സമാധാനം കൊണ്ട് പറഞ്ഞു കൊടുക്കണം. മലയാളിയുടെ സംസാരമുണ്ടല്ലോ. എന്നാ പിന്നെ നീ എന്റെ മൂക്കിനുള്ളിൽ വിളങ്ങിക്കളെ. നീ തലമ്പാൻ അവിടെ ഞാൻ ഇരിക്കടാ വർക്കി. പോടാ മരം കയറി. നീ എന്തോ നടാ എന്നെ കാണിക്കാൻ? നിന്റെ അണപ്പല്ല് ഞാൻ എടുക്കും. 2 രൂപ ഞാൻ നിനക്ക് തരാം. എന്റെ ഒരു പല്ലിന് പുഴുക്കേടുണ്ട്. നീ എന്നെ കളിയാക്കിയോടാ പട്ടി. നീ എന്ത് നോക്കിയാണ് അവിടെ? അന്തസ്സായിട്ട് വർത്തമാനം പറയാൻ അവർക്ക് ഇല്ലെങ്കിലോടാ. അല്ലെങ്കിൽ ഇപ്പൊ സന്ധ്യക്ക് തന്നെ നീ പുഴയിൽ കുളിക്കേണ്ടി വരും. നിർത്തണ വർത്തമാനം. എന്റെ അപ്പനെ പറയുന്നവൻ ആരായാലും ശരി. ചണ്ണിയങ്കിൾ നാളെ എനിക്ക് വികാരി അച്ഛനെ ഒന്ന് കാണണം. ആ പൈലി അല്ലോ ഒരു ലക്ഷം താറാവ് കൂടെ വിളമ്പും. താറാവ് അമ്പട കറി വെച്ചിട്ടും കിടന്ന് പെടയ്ക്കുന്നല്ലോ താറാവ്. കുഞ്ഞിന്റെ പാത്രത്തിലും താറാവ്. സാറേ വികാരിയച്ഛൻ നമ്മുടെ പള്ളിയിൽ നിന്ന് പോന്ന പിന്നെ ഞാനും കണ്ടിട്ടില്ല. ജോണി നീ ഒന്ന് പോയി കാണണം കേട്ടോ. ശരിയമ്മച്ചി, മറക്കാതെ പോയി കാണണം കേട്ടോടാ. വികാരി അച്ഛൻ ഇതുകൊണ്ട് വേണം ഓരോരുത്തരുടെ വലുപ്പം മനസ്സിലാക്കാൻ. വികാരി അച്ഛനെ ചെന്ന് കാണാൻ പോകുന്നതെന്ന്. എടാ ലാസറേ, ചോർന്ന് മതി. എടാ ലാസറേ, എന്തോ എടാ ലാസറേ, എന്തോ മുല്ലയ്ക്കൽ വർക്കി വികാരി അച്ഛന്മാരെ കാണാൻ അങ്ങോട്ട് ചെല്ലാറുണ്ടോ? അല്ലെങ്കിൽ വികാരി അച്ഛന്മാർ മുല്ലയ്ക്കൽ വർക്കിയെ ഇങ്ങോട്ട് വന്ന് കാണാറുണ്ടോ? വികാരി അച്ഛൻ മുല്ലയ്ക്കൽ വർക്കിയെ ഇങ്ങോട്ട് വന്ന് കാണണം. കണ്ടിട്ടുണ്ട്, കാണുക ചെയ്യും. എടാ മെത്രാൻ നമ്മളുടെ വീട്ടിൽ മെത്രാൻ വന്നിട്ടില്ലയോ? മെത്രാനായാലും മുല്ലയ്ക്കൽ വർക്കി മുതലാളിയെ ഇവിടെ വന്ന് കാണും. കണ്ടിട്ടുണ്ട്, കാണുകയും ചെയ്യും. നീമ്പോ മോളെ, എന്തോ നീമ്പോ സ്റ്റെല്ല. മോളാ എന്തോ തിരുവ വറുത്തത് 2 കഷ്ണം ഉണ്ടോ? ചെറുത് വറുത്തത് ഇല്ലല്ലോ. അവര് കേൾക്കാൻ പറയണമല്ല.
അനുരാഗവതി അനുരാഗവതി നിൻചൊടികളിൽ നിന്നാലിപ്പഴം പൊഴിയും കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അല്ല, ഇത് പെരുവഴിയൊന്നുമല്ല, ഞങ്ങൾ താമസിക്കുന്ന വള്ളം. എന്താ അമ്മച്ചി? എന്താ അമ്മച്ചി അത്? അവരുടെ വള്ളത്തെ കൂടെ ഇറങ്ങേണ്ടത്. ഓഹോ, അത്രേ ഉള്ളൂ. എടാ പൈലി, എവിടാ വെള്ളം? പതുക്കെ. പതുക്കെ പതുക്കെ. കുഞ്ഞിനെ വാങ്ങാൻ ആരുണ്ട്? തപ്പു കൊട്ടാമ്പുറം തകില് കൊട്ടാമ്പുറം കൊട്ടാമ്പുറത്തൊരു കുഞ്ഞ്. കുഞ്ഞിനെ വേണോ, കുഞ്ഞിനെ വേണോ, കുഞ്ഞിനെ വാങ്ങാൻ ആളുണ്ടോ, ആളുണ്ടോ, ആളുണ്ടോ? തപ്പു കൊട്ടാമ്പുറം തകില് കൊട്ടാമ്പുറം കൊട്ടാമ്പുറത്തൊരു കുഞ്ഞ്. കുഞ്ഞിനെ വേണോ, കുഞ്ഞിനെ വേണോ, കുഞ്ഞിനെ വാങ്ങാൻ ആളുണ്ടോ, ആളുണ്ടോ, ആളുണ്ടോ? എന്ത് വില? പൊന്നുവില. മുറ്റം തൂത്ത് കളിക്കാനറിയാം, ചട്ടിയും കലവും തേക്കാനറിയാം. മുറ്റം തൂത്ത് കളിക്കാനറിയാം, ചട്ടിയും കലവും തേക്കാനറിയാം. പുട്ടും കടലയും തിരുതക്കറിയും വെച്ചു വിളമ്പാനറിയാം. പുട്ടും കടലയും തിരുതക്കറിയും വെച്ചു വിളമ്പാനറിയാം. എവിടെ കിടന്നതാ? എങ്ങാണ്ടൊരിടത്ത്. കൊണ്ടുപോ, കൊണ്ടുപോ, കൊണ്ടുപോ. തപ്പു കൊട്ടാമ്പുറം തകില് കൊട്ടാമ്പുറം കൊട്ടാമ്പുറത്തൊരു കുഞ്ഞ്. കുഞ്ഞിനെ വേണോ, കുഞ്ഞിനെ വേണോ, കുഞ്ഞിനെ വാങ്ങാൻ ആളുണ്ടോ, ആളുണ്ടോ, ആളുണ്ടോ?
അത്തിലിത്തിൽ കളിക്കാനറിയാം അമ്മാനപ്പന്താടാനറിയാം അത്തിലിത്തിൽ കളിക്കാനറിയാം അമ്മാനപ്പന്താടാനറിയാം അക്കരെ ഇക്കരയാറ്റും മണൽ മേലാന കളിക്കാനറിയാം അക്കരെ ഇക്കരയാറ്റും മണൽ മേലാന കളിക്കാനറിയാം എവിടെ വളർന്നതാ എങ്ങോണ്ടൊരിടത്ത് കൊണ്ടുപോ 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 തപ്പു കൊട്ടാമ്പുറം തകില് കൊട്ടാമ്പുറം കൊട്ടാമ്പുറത്തൊരു കുഞ്ഞ് കുഞ്ഞിനെ വേണോ കുഞ്ഞിനെ വേണോ കുഞ്ഞിനെ വാങ്ങാൻ ആളുണ്ടോ 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 ഓണപ്പാട്ടുകൾ പാടാനറിയാം ഓലപ്പൂങ്കുഴലൂതാനറിയാം ഓണപ്പാട്ടുകൾ പാടാനറിയാം ഓലപ്പൂങ്കുഴലൂതാനറിയാം തങ്കക്കൊലുസുകൾ കിലുക്കിലെ അങ്ങനെ തുമ്പിത്തുള്ളാനറിയാം തങ്കക്കൊലുസുകൾ കിലുക്കിലെ അങ്ങനെ തുമ്പിത്തുള്ളാനറിയാം. എവിടെ പഠിച്ചതാ? 7ാം കടലിനക്കരെ. കൊണ്ടുവാ കൊണ്ടുവാ കൊണ്ടുവാ. തപ്പു കൊട്ടാമ്പുറം തകില് കൊട്ടാമ്പുറം കൊട്ടാമ്പുറത്തൊരു കുഞ്ഞ് കുഞ്ഞിനെ വേണോ കുഞ്ഞിനെ വേണോ കുഞ്ഞിനെ വാങ്ങാൻ ആളുണ്ടോ ആളുണ്ടോ ആളുണ്ടോ. മീനിന്റെ കൊണ്ടാ അല്ല പിടക്കുന്ന കരിമീനും കിടമുണ്ട് സാറേ. ഇതെല്ലാം ചെറുതാണല്ലോ. എന്താ വില ഇതെല്ലാം കൂടെ? ഇത് മുറിക്കാ ആ എല്ലാത്തിനും കൂടി 7 രൂപ തരണം. 7 രൂപയാ? ആ തനിക്കും കൂടെ ചേർത്തായിരിക്കും. 3 രൂപ കേട്ടോ. ഇതെല്ലാത്തിനും കൂടിയാ. പിന്നെ 3 രൂപക്ക് ചാളയോ ഉണക്കച്ചെമ്പിനോ വെള്ളം മേടിച്ച് കറി വെച്ചാൽ മതി. മര്യാദയ്ക്ക് വർത്തനം പറയണം. പിന്നെ ഈ കാമ്പരും കരിയും കൂടി 3 രൂപ പറയുന്നത് എന്ത് മര്യാദയാണ് സാറേ? താനെ മര്യാദ പഠിപ്പിക്കാൻ വന്നിരിക്കാം. 6 രൂപക്ക് വേണേ തന്നേക്കാം. ചുമ്മാ എന്നാലും വേണ്ട കൊണ്ടുപോ. നീ വാങ്ങിച്ചാ തന്നെ 6 രൂപയാ ചോദിക്കുന്നേ. 6 രൂപയോ? ഒരു 2 രൂപ 2 രൂപ മോനോട് ഞാൻ സമാധാനം പറഞ്ഞിട്ടുണ്ട്. ഏയ് ആ മീനും കൊണ്ട് കൊണ്ടുവാ. 6 രൂപ ഞാൻ തരാം. നല്ല പിടക്കുന്ന കരിമീനും കിടമുണ്ട് സാറേ. കരിമീനാണോ? അതെ സാറേ. നീ എന്ത് പറഞ്ഞു? ഞാൻ 6 രൂപ പറഞ്ഞു. 6 രൂപ വരെ കൊണ്ടുപോവാ. അല്ല 100 രൂപ തരാന്ന് പറഞ്ഞാൽ ഈ മീൻ ഈ വെള്ളത്തിലെ കറി വെക്കുള്ളൂ. മുഴുത്ത മീൻ വാങ്ങുന്നു കറി വെക്കാൻ. നിസ്സാര മീൻ വാങ്ങിക്കുന്നതിന് മുന്നേ ഇങ്ങനെ മനസ്സിലായാലോ? 6 രൂപയ്ക്ക് 7 രൂപയ്ക്കോ? ഞങ്ങൾ വെളിച്ചോറ് നിർത്തൊന്നുമില്ല. ഞങ്ങൾക്ക് വേണ്ട ഇതുണ്ട്. ചെല്ലാതെ പെണ്ണ് കാണാൻ ചെറുക്കം വന്നപ്പോ എത്ര രൂപയുടെ തിരുവയാണാ മേടിച്ചത്? അന്ന് തിരുത വാങ്ങിച്ചിരുന്നു. അവർ ഊണ് കഴിച്ചിട്ടില്ലേ വന്ന്? 21 രൂപയുടെ തിരുത വാങ്ങിച്ചു, വാങ്ങിച്ചിട്ടുണ്ട്, വാങ്ങിക്കുകയും ചെയ്യും. നീ പോ. അല്ലെങ്കിൽ ഒന്നുകൂടെ, അല്ലെങ്കിൽ ഒന്നുകൂടെ. എടാ അവന്റെ അപ്പൻ പെണ്ണു സ്നേഹിക്കാൻ വന്നപ്പോ എത്ര തരം ഇറച്ചിയുണ്ടായിരുന്നടാ സണ്ണി? എനിക്കൊന്ന് വയറുന്നതായിരുന്നു. നീ വേടാ അന്ന് ഇറച്ചി ഉണ്ടായിരുന്നു. ഒരു കാളയുടെ കൊറകല്ല 5 താറാവ്, 5 റാത്തലാട്. പോർക്കിന്റെ കാര്യം മറന്നോടാ? മറന്നാ? എന്താ പോർക്ക് പോർക്കില്ലായിരുന്നു. പോർക്കിനെ നമ്മൾ വന്നതല്ലേ. പിന്നെ കോഴി, കരിമീൻ, മാല വാങ്ങിച്ചു, വാങ്ങിച്ചിട്ടുണ്ട്, വാങ്ങിക്കുകയും ചെയ്യും. എടാ മീൻ വാങ്ങിച്ചു പോകരുത്. താറാവാണെന്നുള്ളത് കൊണ്ടുപോകാറുണ്ടെന്നും കൂടി. നീ പോ. നീയും പോ. നീയും പോ. എല്ലാം പോ. പപ്പായ മുതലാളിയെ ഒരു ചായ. ഇതെന്തുള്ളത്? കാര്യമില്ല മേശ. എന്റെ ഉപ്പാപ്പനിന് എന്താ വാത്തൊരു മോന്തയും മടിയില വെച്ചരാച്ചാവേ. എന്തുകൊണ്ട് വേണ്ടേ? കടുപ്പത്തിനൊരു ചായ. പിന്നെ എന്തുകൊണ്ട് വേണ്ടേ? 3 മിനിറ്റ് വിട്ട്. മാട്ടുമ്മ തോമാറ്റെന്ന് പറഞ്ഞാൽ അറിയാത്തവരായിട്ട് ആരുമില്ല. അത്രയ്ക്ക് വലിയ കുടുംബക്കാരനാ. എല്ലാ കൊല്ലവും ഈ സമയത്ത് ഇക്കാലത്ത് ഇവിടെ കുളിച്ച് താമസിക്കാൻ വരും.
എറണാകുളം കൊച്ചി പ്രദേശത്ത് മുല്ലയ്ക്ക് വർക്കി അത്രയും കാശുള്ളവരാരുമില്ല എന്ന് എല്ലാവർക്കും അറിയാം, ഏത് പട്ടിക്കും അറിയാം. ആലുവ പുഴയും മുങ്ങിക്കുളിയും ഉണ്ടായ കാലം തൊട്ട് എന്റെ മുതലാളി എല്ലാ കൊല്ലവും ഇവിടെ വരും. നന്റെയൊക്കെ മുതലാളിമാർക്ക് പറമ്പും പെരയും മുങ്ങുകുളിയൊക്കെ കണ്ടുവച്ചിട്ട് ഇപ്പൊ ഈ കശപിച്ച കാണിക്കുന്നതിന്റെ വല്ല കാര്യണ്ടാ? പട്ടിമുതലാളിയോട് എതിരിടാൻ ആരുണ്ട് റപ്പായിച്ചേട്ടാ ഈ നാട്ടിൽ? ചേട്ടന്റെ ഭക്തി മുതലാളി ഉണ്ടല്ലോ, അവനെ മാറ്റുമ്പോ പുല്ലാടാ പുല്ല്. തൊമ്മാച്ചിലെ എന്റെ മുതലാളിക്ക് ഇതാണ് ചായലറ്റ് പുഴു. ഈ തൊമ്മനും വർക്കിക്ക് നിന്റെ ആരണ്ടാ? അപ്പന്ന് എടപ്പന്ന് എന്നെ എടപ്പന്ന് എന്നെ നീ എന്റെ മുതലാളിയുടെ മുഖത്ത് രോമം ഊതി പറുത്തോളാ അപ്പന്റെ. വേണ്ട വേണം, എന്റെ മുതലാളി പുല്ലെന്ന് വിളിക്കൂടാ ചേരപ്പേ. വേണ്ട, വിളിച്ച നീ എന്തോ എടുക്കണം പട്ടി. വേണ്ട 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 കാരണം ചാക്കുണ്ടിയുടെ മകൻ റപ്പയുടെ ചായക്കടിയാ ഇവിടെ പോളിറ്റിക്സിന്റെ ആവശ്യമില്ല. ഇവനെ മുതലാളിമാര് സ്ഥലകാലേക്ക് കൊണ്ട് പോയാ ഒന്ന് എടുത്തോട്ടെ, ഒരു ഫോട്ടോ. വേണ്ട. ഈ പോസ് അതിന് സ്റ്റൈൽ. ഫോട്ടോ എടുക്കണ്ട. എടുക്കണ്ട. ചെല്ല, നമുക്ക് ഈ മണപ്പുറത്തൂടെ ക്യാമറയും തൂക്കിക്കൊണ്ട് നടക്കാം. ഞാൻ വരുന്നില്ല. നീ എന്റേതല്ലേ? അങ്ങനെ നടന്ന് നടന്ന് നമുക്ക് വടക്കേ മണപ്പുറത്ത് ആരും ഇല്ലാത്തടത്ത് പോയിരിക്കാം. സ്റ്റെല്ല, നീ എന്റെ കരളല്ലേ? നിന്നെ ഞാൻ വല്ലാതെ സ്നേഹിച്ചു പോയി. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഞാനേ ഇന്നലെ നിന്നെ സ്വപ്നം കണ്ടു. മാത്രമാണ് നിന്നെ കണ്ട അന്ന് മുതൽ ഞാൻ നിന്നെ പ്രേമിച്ചു പോയി. ഞാൻ എന്താക്കാനാ? നിങ്ങൾക്കൊന്ന് മുണ്ടാതിരുന്നോടെ. നീ വെറും പച്ചാളത്തുകാരി. നോക്കിക്കോ, നിന്നെ ഞാൻ ഈ മണപ്പുറത്തുകൂടെ കയ്യും പിടിച്ചുകൊണ്ട് നടത്തുന്നു. ആറ്റിൽ കിടത്തിയിട്ട് ഫോട്ടോ എടുക്കും. ബൈ ബൈ. എന്തോ വരുന്നത് ചാക്കവുമായിട്ട്? ഇവിടെ വന്നിട്ട് ഏതാണ്ടൊക്കെ പറഞ്ഞു. മനസമ്മതം കൂടെ ആയിട്ടില്ല. അതിനു മുൻപ് ശൃംഗാരമൊക്കെ തുടങ്ങിയാലുണ്ടല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് മതിയല്ല. മോളെവിടെയടി? റോസമ്മ എടുത്തോണ്ട് പോയി. ഈ പോകുന്ന ആളാണ് സ്റ്റെല്ലയെ കെട്ടാൻ പോകുന്നത്. കഷ്ടം. ഈ എരപ്പാളിന്റെ കൂടെ ആ പെണ്ണിനെ അയക്കാൻ തോന്നുന്നല്ലോ. കുട്ടിക്കാരനവസരത്തില്ലേ, വലിയ പണക്കാരൻ, ഒറ്റ മകനാണ്. എന്തിനാ ഇങ്ങനത്തെ കാശ്? നമ്മൾ എന്തിനാ അതൊക്കെ പറയുന്നത്? അതൊക്കെ അവരുടെ ഇഷ്ടം. സ്റ്റെല്ലയ്ക്ക് എന്താ ഒരു കുറവ്? നല്ല സൗന്ദര്യം, നല്ല കാശ്. മോളെ, അമ്മ വിളിക്കുന്നു. ഈ പെണ്ണ് ഒരിക്കലും നമ്മുടെ വെള്ളത്തിലിരിക്കില്ല. ചേച്ചി എന്നെ എപ്പോഴും വഴക്ക് പറയുന്നു. വാ മോളെ. മോളെ ഇപ്പൊ ഇനി നാളെ വരാം. ഇതിന്റെ അപ്പൻ മരിച്ചിട്ട് എത്ര നാളായി? ഒരു വർഷം കഴിഞ്ഞു. ഈ പണ്ടാരത്തിന്റെ തലയിൽ എടുത്തി വീഴണേ എന്റെ പുണ്യാളന്മാരെ. എന്നെ ഇങ്ങനെ കിടന്ന് പ്രാകാരടി കുഞ്ഞേരി. ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ കെട്ടിയവനായി പോയില്ലേ? നാട്ടുകാര് കേട്ടാ എന്ത് വിചാരിക്കും? ഈ അപ്പനും അമ്മച്ചും കൂടി ഇവിടെ വന്നിട്ട് ബഹളമായോ? സംസ്കാരമില്ലാത്ത ജന്തുക്കൾ. എടാ മോനെ, നീ തന്നെ പറ. 4 രൂപയുടെ മീൻ വാങ്ങിച്ചേന് നിന്റെ ഈ പിശുക്കൻ തന്ത എന്നെ ഇനിയും പറയാനൊന്നുമില്ല. കേട്ടോടാ മോനെ, നിന്റെ തള്ള എന്നെ പിശുക്കാന്ന് വിളിച്ചത്. പച്ചാളം പ്രദേശത്തെ ഏറ്റവും വലിയ പണക്കാരനാടാ ചിട്ടിക്കാരൻ ഔസേപ്പ്. നിനക്ക് ഞാൻ പിശുക്കനായി അല്ലേ? എന്താ നിങ്ങൾ പണക്കാരനായത്? എന്നെങ്കിലും ആട്ടെ പണക്കാരനായോ? ആയതിന്റെ കാര്യമൊക്കെ നാട്ടുകാർ വിളിച്ചു പറയുന്നു. കുഞ്ഞേര്, നീ എന്നെ കൊലക്ക് കൊടുക്കല്ലേ? കള്ളപ്പന് കിട്ടിയെന്ന് അസൂയക്കാര് പറഞ്ഞുണ്ടാക്കണ പോലെ നീയും പറഞ്ഞുണ്ടാക്കല്ലേ? രണ്ടുപേരും നാക്കെടുത്ത് അലവലായിട്ടേ പറയൂ. നിർത്തി നിർത്തി. കുഞ്ഞേല്,
മുഴുത്ത രൂപ ഉണ്ടായ പോരാ, ആണുങ്ങളെ പോലെ ചെലവാക്കാൻ പഠിക്കണം. കേട്ടോടാ മോനെ, കേട്ടോടാ മോനെ, നിന്റെ കെട്ട് കഴിയുന്നവരെങ്കിലും എവളോടൊന്ന് നാവടക്കിയിരിക്കാൻ പറ. ദൈവം മനുഷ്യന് അഭിവൃദ്ധിയും ഐശ്വര്യവും തരുന്നത് പരസ്പരം കലഹിക്കുവാനല്ല, ആരും ആരേക്കാൾ വലുതല്ല എന്ന് മനസ്സിലാക്കാം. ഞാൻ എന്ത് വേണം അച്ചോ? ഭക്തി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഉടക്കിട നടക്കുകയാണ്. മാട്ടുമേൽക്കാർക്കും ചില പാരമ്പര്യമൊക്കെ ഉണ്ടെന്ന് അച്ഛൻ അറിയാമല്ലോ. ഞാൻ പറയുന്നത്, നിങ്ങൾ തമ്മിലുള്ള ആ വസ്തുതർക്ക കേസ് ആദ്യമേ രാജിയാകും, പിന്നെ എല്ലാം ശരിയാവും. ഞാൻ എന്തിനു ഒരുക്കമാണ് അച്ചോ? പക്ഷേ ഒരു പക്ഷയുമില്ല. പഴുതില്ലാത്ത കതിരാണ് തല കുനിച്ചു നിൽക്കുന്നത്. നിവർന്ന് നേരെ നിൽക്കുന്ന കതിരിൽ മങ്കു മാത്രമേ കാണൂ. വർക്കിയല്ലേ വരുന്നത്? അതെ. വർക്കി, ആ അച്ഛനാണോ? ഞാൻ വന്നിട്ട് കുറച്ചു ദിവസമായി. അച്ഛനെ അങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. വർക്കി വന്നത് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ വരുമായിരുന്നു. ആകട്ടെ, ഒരു ദിവസം ഞാൻ വള്ളത്തിലേക്ക് വരാം. എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്. നിൽക്ക്, ഉടനെ പോവാം. നിങ്ങൾക്ക് തമ്മിൽ അങ്ങ് യോജിച്ചുകൂടി. എന്റെ ജീവൻ പോകുന്നത് വരെ മാട്ടുമേക്കാരുമായിട്ട് യോജിപ്പില്ലച്ചോ. ഞങ്ങൾ മാർഗവാസികളാണെന്ന് ഇയാൾ പറഞ്ഞില്ലേ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ എന്റെ അപ്പന്റെ കാതിനെ തുളയണ്ടായിരുന്നു പറഞ്ഞ അർത്ഥം എന്താണെച്ചോ? ആരും തന്നെ ക്രിസ്ത്യാനിയായിട്ട് ജനിക്കുന്നില്ല. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടാണ് ക്രിസ്ത്യാനി ആവേണ്ടത്. ക്രിസ്ത്യാനിയായിട്ട് ജനിക്കുന്നുവെങ്കിൽ പിന്നെ മാമോദിസയുടെ അർത്ഥം എന്താണ്? അച്ഛൻ തത്വജ്ഞാനം ഒന്നും പറയണ്ട. മാട്ടുമേക്കാരെ ഒരു പാഠം പഠിപ്പിക്കാതെ ഞാൻ അടങ്ങില്ല. അതിനുള്ള കൈക്കരുത്ത് എനിക്ക് ഉണ്ടച്ചോ. കൈക്ക് കരുത്ത് തനിക്ക് തന്നെ ആയിരിക്കും. കേട്ടാ, അതെ കേട്ടാ, കൊലരായി പറയരുത്. കൈക്ക് കരുത്ത് എനിക്ക് തന്നെയാണെന്ന് പറഞ്ഞ് എന്റെ പുറച്ചന് മനസ്സിലായ? എനിക്കൊന്നും മനസ്സിലായി. ഞാൻ മലങ്കേറ്റക്കാരൻ മാർഗം കൂടിയവനാണ് എന്നാണ് അതിന്റെ കുത്ത്. അർത്ഥം ഞാൻ പറഞ്ഞു തരാം പിന്നീട്. മാധവി, പച്ചക്കറിയെല്ലാം വിറ്റ് കഴിഞ്ഞു? എല്ലാം വിറ്റില്ല. എല്ലാ വള്ളത്തും കോഴിയും താറാവും കരിമീനും ഒക്കെയാ. ഈ പാവം പിടിച്ച വെണ്ടയ്ക്കും പാവയ്ക്കും ആർക്ക് വേണം? ശിവരാത്രി കാലത്താ ഞങ്ങൾക്ക് കോള്. മോളെ, പൊന്നു മോളെ, കുസൃതി കൊടുക്കേ. അവളുടെ കുസൃതി ഒന്നും പറയണ്ട. സകല വെള്ളത്തിനും അവളുടെ പരിചയക്കാരാണ്. ആണോ മോളെ? മോളെ, മാധവിക്ക് വീട്ടിൽ ആരെല്ലാം ഉണ്ട്? അച്ഛനും അമ്മയും ഉണ്ട്. അച്ഛനൊരു ലോറി ഡ്രൈവറാണ്. അമ്മയും ഞാനും കൂടെ പച്ചക്കറി കൃഷികളെല്ലാം ചെയ്യും. അയ്യോ, രണ്ടുപേരും കൂടെ ഒരു പോസ് അല്ല. അയ്യോ, കുഞ്ഞിനെ കാണുന്നില്ലല്ലോ. അയ്യോ, എന്താണ് ഈ പെണ്ണ് കാണിച്ചിരിക്കുന്നത്? ആരാണത്? ആരെന്ന് എവിടുന്നില്ല, എല്ലാം പരിചയക്കാരാണ്. അസത്ത്. അല്ല, ഈ മുഖം മാത്രം എന്തിനാ ബാക്കി ഇട്ടിരിക്കുന്ന? അതുകൂടെ അങ്ങ് മൂടായിരുന്നോ? നിങ്ങൾ എന്താ കാട്ടിയത്? കൊട്ട വീണാൽ സാരമില്ലാന്ന് കുട്ടിയെ തല്ലിയ. കുട്ടിയായാലും കച്ചവടക്കാരന്റെ കൂടെ കൈയിട്ടെടുക്കാമോ? അവക്ക് വേണ്ട ഞാത്ത് മേടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഇതാ. കച്ചവടക്കാരൻ മനുഷ്യനല്ലെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. എന്നാലേ പരീത് അങ്ങനെയല്ലാന്ന് വെച്ചോളി. അല്ല, പരീതിയൊക്കെ ആറഞ്ചെല്ലാം വെള്ളത്തിൽ പോയോ? എന്തിനാ നീരെ കുഞ്ഞിനെ കരയിപ്പിക്കുന്നത്? അതിനെ തല്ലി. എന്തിനാടി അവളെ തല്ലിയത്? അവൾ അപ്പനില്ലാത്ത കുഞ്ഞല്ലേ. എന്റെ മോള് കാര്യം.
എന്നാ കാശ്. കരയണ്ട മോളെ, ഇത് കയ്യിൽ വെച്ചു. വേണ്ട, ഇങ്ങനെ കൊടുത്ത് കുട്ടിയെ ശീലിപ്പിക്കരുത്. നമ്മളിപ്പൊ ഇങ്ങനെ ഒന്ന് ശീലിപ്പിക്കാൻ പോവുകയാണ്. ഇങ്ങനത്തെ ഒരു കുട്ടീനെ പോറ്റാനാണ് മോളെ നമ്മൾ ഈ ഓറഞ്ച് കോട്ടയം കൊണ്ട് വയസ്സുകാലത്ത് നടക്കുന്നത്. കുട്ടി ഇവിടുന്ന് പോണ വരെ ഒരു ഓറഞ്ച് നമ്മൾ ഈ മണപ്പുറത്ത് വിൽക്കണമെങ്കിൽ എന്റെ മോക്ക് ഞമ്മളൊന്ന് കൊടുത്തിട്ടേ പോകും. നമ്മള് പോണേ. ഒന്നെടുത്തോട്ടെ, ഒന്നെടുത്തോട്ടെ. എന്ത് ഒരു സ്നാപ്പ്. സ്നാപ്പോ? അതെന്റെ കുട്ടയിലില്ലല്ലോ. വേണമെങ്കിൽ പാവയ്ക്കോ വെണ്ടയ്ക്കോ വേണമെങ്കിൽ ഒന്നെടുത്തോ. പാവയ്ക്ക ഫോട്ടോ. ഫോട്ടോയോ? എടുത്തോ എടുത്തോ. ഈ കുട്ടി ഒന്ന് താഴെ തറക്കണമല്ലോ. ഞാൻ എടുത്തു വെക്കാം. അയ്യോ, ഞാൻ കുളിച്ചില്ലല്ലോ. അതൊക്കെ നാളെ. നാളെ ആ സ്നേഹിക്കടായിട്ട് കുളിക്കുന്നത്. സ്നേഹിക്കടായിട്ട് നിന്നാലേ ഞാൻ എടുക്കുള്ളൂ. എങ്ങനെ വേണമെങ്കിലും നിൽക്കാം. എന്ന് ഫോട്ടോ എടുത്താ മതി. ഒരെണ്ണം എനിക്കും തരണം. ഓ യെസ്. ഇത്തിരി ഇവിടെ. കഴിഞ്ഞു കഴിഞ്ഞോ? കഴിഞ്ഞു. പൊയ്ക്കോ പൊയ്ക്കോ കള്ളം. പൊയ്ക്കോ. നാളെ ഫോട്ടോ തരാം. അപ്പൊ ഞാൻ പോട്ടെ. ഒന്ന് പിടി. വാ വാ. എടാ, മുല്ലയ്ക്ക വർക്കിയുടെ വള്ളക്കാരന്റെ കൊങ്ങായ്ക്ക് പിടിക്കാൻ വളർന്നവരാരെങ്കിലും ഈ നാട്ടിലുണ്ടോടാ? പൈരിച്ചേട്ടൻ പിടിച്ചെന്നാ കേട്ടത്. പൈടാ, എന്റെ ഈ കൈയുടെ അത്രയും വണ്ണവും കനുവും ഉണ്ടോടാ നിന്റെ പൈലിച്ചേട്ടന്? ആ നീർക്കോലി പൈല് ലാസറോട് എടുക്കാൻ വന്ന അവന്റെ എല്ലാം ഓടിച്ചു വിട്ടു. ഒന്ന് പതുക്കെ പറയണേ, പൈരിച്ചേട്ടൻ ആ റൂമിലെങ്ങാനും കാണും. അവനല്ല, അവന്റെ മുതലാളി തൊമ്മച്ചൻ വന്ന ലാസറിന് പുല്ലോ. നീ ആടാ? അവനല്ല, അവന്റെ മുതലാളി തൊമ്മച്ചൻ വന്ന ലാസറിന് പുല്ലാണ്. അത് ശരി. മുട്ട തേങ്ങയോടെ വളരെ ഞാൻ പറയുള്ളൂ. എന്റെ ആൾക്ക് എനിക്കറിയാം. അറിയോ, ഹോമായിട്ട് നിന്റെ ആൾക്ക് നിന്റെ കൈ ഇടണം കേട്ടോ. ഉറ മുട്ട ഉണ്ടല്ലേ ഇവിടെ തിരഞ്ഞിടണം. പറയല കേട്ടോ, മേലാൽ എന്ന് പോലെ പറയാലോ കേട്ടോ. കള്ളോൻ തന്നെ ഞാൻ പിടിച്ച ആളാ.
താൻ ഈ ലോകത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നാലും അവനെന്നെ മാനഭംഗപ്പെടുത്തി. അവനെങ്ങനെയാടാ ഇതിന്റെ മാനഭംഗപ്പെടുത്തിയത്? കള്ളൻ കോപ്പ എടുത്ത് തലവഴിക്കേ ഒഴിച്ച് മുക്കി. മറിയ കൊച്ചമ്മയ്ക്ക് എപ്പോഴും ഒരു തമാശ. ഞാൻ ഇനി 4 പേരുടെ മുഖത്തൂടെ എങ്ങനെ ഇറങ്ങി നടക്കും? മുല്ലക്കൽ വർക്കിയുടെ വേലക്കാരെ വേറെ ആരെങ്കിലും മാനഭംഗം ചെയ്തിട്ടുണ്ടോ? കൊച്ചമ്മ അപ്പുറത്തോട്ട് പോയാട്ടെ. മുതലാളി അല്ലാതെ വേറെ ആരും മാനഭംഗം ചെയ്തിട്ടുമില്ല, ചെയ്യുകയുമില്ല. എന്റെ വള്ളക്കാരെ ഞാൻ ചെയ്തിട്ടുണ്ടോ? അതിപ്പോ ഞാൻ എങ്ങനെ അറിയുന്നു? സാധാരണഗതിയില് ചെയ്തിട്ടില്ല, ചെയ്യുകയില്ല. ആരെക്കുറിച്ചും ദൂഷ്യം പറയുകയോ കലഹമുണ്ടാക്കുകയോ ചെയ്യാതെ അന്ധരായിരിക്കുവാനും എല്ലാ കാര്യങ്ങളിലും സകല മനുഷ്യരോടും തങ്ങളുടെ സൗമ്യത കാണിക്കുക. അമ്മച്ചിട്ട് തല ഒന്ന് നേരെ വയ്ക്കും. അവരെ നീ ഓർമ്മപ്പെടുത്തുക. നാളെ വൈകുന്നേരം ഞാൻ എറണാകുളം വരെ ഒന്ന് പോകും. എന്തിന്? നേരത്തെ നിശ്ചയിച്ചതാണ്. ഞങ്ങളുടെ കലാസമിതിയുടെ നാടകം ടൗൺ ഹാളിൽ വെച്ചിട്ടുണ്ട്. നാടകം കളിക്കാൻ പോകുന്നു. ഇപ്പൊ നാടകം ഉണ്ടോടാ? എവിടെ ഇരിക്കുന്നു? ഇപ്പോഴത്തെ നാടകത്തിന് ഹാർമോണിസ്റ്റർ പോലും ഇല്ല. എന്നാൽ ആശ്രയ ഈ മണപ്പുറത്ത് നമുക്കൊരു നാടകം കളിച്ചിട്ടുണ്ട്. നീ വിളക്കളിച്ച് ചുമ്മാ തുടങ്ങണ മനുഷ്യരെ ശല്യപ്പെടുത്താതെ. നിന്റെ നാടകം മുതലാളി, നമ്മള് ചിട്ട എഴുതി വെച്ചിരുന്ന ആ നാടകം, നമ്മളെ പഴയ നാടകം, അത് തന്നെ പഠിച്ചു കളിച്ചാൽ മതി. ചിലവൊക്കെ ഞാൻ ഏച്ചു. നമ്മള് തോക്കാൻ പാടില്ല. നമ്മള് തോറ്റിട്ടില്ല, തോറ്റില്ല, തോക്കേമില്ല. രാത്രി മനുഷ്യൻ ഉറങ്ങാൻ സമ്മതിക്കാൻ ഒരു നാടകം കളി. ഞാനും പോ. ഓ വർക്കി പുലർച്ചയ്ക്ക് തുടങ്ങിയതിലൂടാ. എന്താ പറയാനാ എന്റെ മുതലാളി? കുഴി കുഴിച്ച് കുഴിക്കാത്തിരുന്നല്ലേ കൂട്ടി. അതൊക്കെ തേടാ. നീ മണൽ വാരി ഇട്ടാണ് അതേക്കണേ. അല്ലല്ല, കയ്യേല് കഴുക്കൊന്ന് തഴമ്പുള്ളോണ്ടാ നോക്കുന്നത്. അതൊക്കെ ഇപ്പഴേ പ്ലാസ്റ്റിക്കിന്റെ ഒരു പുതിയ സാധനം ഇറങ്ങിയിട്ടുണ്ട്. അതിട്ട് തേക്കാമെങ്കിൽ നല്ലതുപോലെ വെളുക്കും. ബാക്കി കുടിക്കുന്നത് കണ്ടാല് എരുമ കുടിക്കുകയാണെന്ന് തോന്നുന്നു. എന്റെ പൊന്ന മുതലാളി കുടിക്കുന്നത് കണ്ടാ എനിക്ക് കൊതി തോന്നി. അങ്ങനെ ഒരു കഥ. അവൻ പോയിട്ട് കാണാനും ഇല്ല. അവൻ 1000 ബലം വരാൻ കാത്തിരിക്കും. തന്റെ അപ്പൻ എന്തുട്ടോ ഈ കുഴിയും കുത്തിരുന്ന് കുളിക്കണ? പുഴയിലിറങ്ങിയാലേ താഴെ പോണ പരുവത്തിലെ 2 പേരും. കുഴിയിൽ നിന്ന് കുളിക്കാൻ ഇവിടം വരെ വരണോ? വരുന്നതിന്റെ പ്രധാന പരിപാടി അവിടെ നടക്കുന്നു. എണ്ണയും തണ്ണിയും, പിന്നെ തണ്ണി. 111 വിഷയാചരിത്രം നാടക സെറ്റുകാർ ആലപ്പുഴയിൽ നാടകം കളിക്കാൻ പോകും. നാടകം കളിക്കാൻ പോകും. കൂടെ ഞാനും ഉണ്ട്. അരൂക്കുച്ചി ചൗക്ക കടന്നു പീലാത്തോസിന് വയറ്റിളക്കോ തുടങ്ങി. പിന്നെ അന്ന് രാത്രി വയറ്റിളക്കോ തുടങ്ങി. കളിക്കാതിരിക്കാൻ പറ്റുമോ? പിന്നെ അന്ന് രാത്രി പീലാത്തോസിന്റെ വേഷം ഞാനും എടുത്ത്
കറമ്പൻ ലാസറേ കറമ്പൻ അങ്ങനെ ഒരു ചമ്മന്തി മൂക്കിലായല്ലോ അയ്യോ വേണ്ട മോളെ, അങ്കിൾ കുളിച്ച് സുന്ദരനായിട്ട് വന്നിരിക്കുകയാണ്. അയ്യോ വേണ്ട മോളെ, മോക്ക് അങ്കിൾ ഒരു സൂത്രം വാങ്ങിച്ചു തരാം. ആ പാവ. അയ്യോ വേണ്ട മോളെ, മോക്ക് മണ്ണ് വാരിട്ട മോക്ക് അങ്കിൾ പാവ വാങ്ങിച്ചു തരില്ല. ആ ഇന്ന് തന്നെ വാങ്ങിച്ചു തരാം. മോളിരിക്കാൻ. മോൾ എവിടെയടി? കണ്ടില്ലേ? ഇങ്ങോട്ട് പിടിച്ചോണ്ട് വാടി. ബേബി ഇവിടെ വാ. ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ഞാൻ വരില്ല. ജോണി കുട്ടി ഇങ്ങോട്ട് വിടൂ. ഓഹോ, അപ്പൊ എന്റെ പേര് മറന്നിട്ടില്ല അല്ലേ? എന്തിനാസല്ല നമ്മൾ തമ്മിൽ. നിങ്ങളുടെ ലോഗ്യം ഒന്നും എനിക്ക് കേൾക്കണ്ട. ഞങ്ങളുടെ കുട്ടിയെ ഇങ്ങനെ വിളിച്ചിരുത്തുന്നത് ശരിയല്ല. ഞാൻ വിളിച്ചതല്ല, അവൾ വന്നതാണ്. ഒരു കുട്ടി അടുത്തേക്ക് വരുമ്പോൾ തല്ലി ഓടിക്കാനുള്ള സംസ്കാരമൊന്നും എനിക്കില്ല. കുട്ടിയെ വിടാൻ ഞാൻ വിളിച്ചതല്ല, പറഞ്ഞു വിടാൻ സാധ്യമല്ല. വേണമെങ്കിൽ വന്ന് എടുത്തോണ്ട് പോയിക്കോളണം. ഓടിപ്പോയാലുണ്ടല്ലോ. ആ കൊന്നുകളയും. ഹലോ എനിക്ക് ചെല്ലയുടെ ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ കാലാവസ്ഥ മോശം. അപ്പോ വേണ്ട. എന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി എനിക്ക് ചെല്ലയുടെ ഒരു ഫോട്ടോ തരാം. എന്റെ അടുത്തില്ല. എന്നാൽ എന്റെ ഒരു നല്ലൊരു പോസിലുള്ള ഒരു ഫോട്ടോ ഞാൻ ചെല്ലയ്ക്ക് തരട്ടെ. വേണ്ട.
സിസ്റ്റർ അൽഫോൻസ വലിയ വായനക്കാരിയാ. അമ്മച്ചി, എനിക്ക് മനസ്സമ്മതവും വേണ്ട, ഒന്നും വേണ്ട. എന്താടാ മോനെ, നാട്ടിൽ ചെന്ന ഉടനെ മനസ്സമ്മതം നിശ്ചയിച്ചിരിക്കല്ലയോ? വേണ്ട വേണ്ട, എനിക്കിപ്പോഴാ കാര്യം മനസ്സിലായത്. എന്താ മനസ്സിലായി? പ്രേമം. നിനക്കോ? അവൾക്ക്. നിന്നോടോ? എന്നോടല്ല അമ്മച്ചി, ജോണിയോട്. എനിക്ക് ഉടനെ കല്യാണം കഴിക്കണം. മനസ്സമ്മതം ചോദിക്കാതെ എങ്ങനാടാ മോനെ? മനസ്സമ്മതം ചോദിക്കാൻ ഒന്നുമില്ല അമ്മച്ചി, എനിക്ക് ചെല്ലയെ ഉടനെ കെട്ടിച്ചേരണം. കാര്യം പറടാ മോനെ. അമ്മച്ചി, അവൾക്ക് ജോണിയായിട്ട് പ്രേമം. അമ്മച്ചി, അവന്റെ പടവും വെച്ചോണ്ട് അവള് നടക്കുന്നത്. അതാ അമ്മച്ചി, അവളവിടെ വായിച്ചോണ്ടിരിക്കുന്ന പുസ്തകത്തില് ജോണിയുടെ ഫോട്ടോ ഉണ്ട്, ഞാൻ കണ്ടു അമ്മച്ചി. അതുകൊണ്ട് അമ്മച്ചി, നാളെ തന്നെ എനിക്ക് അവളെ കല്യാണം കഴിച്ചു തന്നില്ലെങ്കിൽ ഞാൻ താടി മാർത്തി ബോംബയ്ക്ക് പോകും അമ്മച്ചി. കുഞ്ഞലി, നീ എന്നെ വന്നിട്ട് പോയി ചോദിക്കും. ചിട്ടിക്കാരൻ ഔസേപ്പിന്റെ മാറി എന്തിന്റെ കുറവാണ് നീ എന്നെ വന്നിട്ട് ചോദിക്കും. എനിക്ക് രാഘവേ, ഇതൊക്കെ എടുത്തേക്ക്. അറിയേ എന്താ മുന്നേ? എന്താ പെമ്പിള്ളേരോട് അതൊക്കെ ഒതുക്കുമായിട്ട് വളർത്തണം. എന്താ കുഞ്ഞേലി? നിങ്ങളുടെ മോളെ എന്റെ മോന് കല്യാണം പറഞ്ഞുറച്ചതാണോ? ഇനി മാറ്റമില്ലല്ലോ. അങ്ങ് മാറിക്കോ. കല്യാണം നിശ്ചയിച്ചുറച്ചിട്ട് ശൃംഗരിക്കാൻ നടക്കുന്ന പെണ്ണിനെ ഞങ്ങൾക്ക് അനാവശ്യം പറഞ്ഞുണ്ടല്ലോ. എന്റെ മകളെ പറ്റി ഇല്ലാത്താണോ ചെന്ന് നോക്ക്. അവൾ എന്നും മണപ്പുറത്ത് പുസ്തകം വായിക്കാൻ പോയിരിക്കുന്നത് പുസ്തകത്തിനകത്ത് ജോലിയുടെ പടം ഉണ്ടോന്ന് നോക്കിക്കൊണ്ടിരിക്കാനാ. എന്റെ മോന് കുട്ടിയുള്ളതുകൊണ്ട് അവൻ കണ്ടുപിടിച്ചു. നിന്റെ പുസ്തകത്തിൽ ഒരു പടം ഉണ്ടായിരുന്നു. ഉണ്ട്. എവിടെ? ക്രിസ്തുവിന്റെ ഫോട്ടോ. ഇതെങ്ങനെ? ഞാൻ അറിഞ്ഞതല്ല. അയ്യോ അമ്മച്ചി, എന്നെ കൊണ്ടത്. എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ല്. ഫോട്ടോ പുസ്തകത്തിൽ വന്നതെങ്ങനെയെന്ന് എനിക്കറിയില്ല. പുസ്തകത്തിനകത്ത് ഫോട്ടോ കാറ്റിച്ചു വരുന്നു. ഇവിടെ ആള് ഭയങ്കരിയാണ്. ഫോട്ടോ ഉണ്ടോ ചോദിച്ചപ്പോ അവർക്ക് ഭാവമാറ്റം കൂടെ ഇല്ലായിരുന്നു. കള്ളി, ഇത് ഇന്നും ഇന്നലെ കിടക്ക് സ്നേഹമല്ല അമ്മച്ചി. അയ്യോ, എന്താണ് ഈ ബഹളം? ഇത് കണ്ടോ? നിങ്ങളുടെ മോക്ക് ജോണിയുമായിട്ട് സ്നേഹമാണെന്ന് അവന്റെ ഫോട്ടോയും കൊണ്ടാ നടപ്പ്. ഉണ്ടാക്കാൻ തുടങ്ങിയാൽ ഒന്ന് പുഴയിൽ താത്തും. മനസ്സിലാക്കിക്കോ, ശാപം കിട്ടിയവളെ. എന്തിനാ മക്കളെ ഇങ്ങനെ നോക്കി നിൽക്കണത്? അമ്മയ്ക്ക് എന്തിനാ ഇതൊക്കെ തിരക്കുന്നു? അമ്മച്ചി പോയിരുന്നു കൊന്ത എത്തിക്കാൻ. അയ്യോ, എല്ലാം അറിയും വേണം, ചെവിയും കേൾക്കില്ല. പോയി കിടക്ക്. ഈ ജോണി എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇനി വരട്ടെ അവൻ. വന്നിട്ട് അവന്റെ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കുന്നു. കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവന്റെ ഫോട്ടോ അവൾക്ക് കൊടുത്തു. അവളത് വാങ്ങിച്ചു. എന്താ, അവനെ കണ്ടാ കൊള്ളില്ലേ? പഠിപ്പില്ലേ? പണമില്ലേ?
ഈ കുരങ്ങൻ ചാക്കോയെക്കാളും ഭേദമല്ലേ എന്റെ മകൻ. അവൻ ഇനി ചിലപ്പോ എഴുത്തും കൊടുത്തെന്ന് വരും. നീ നിന്റെ പാട് നോക്കണം. ബേബി ഡോളി ടാറ്റ. എവിടുത്തടി അവൻ ഇവിടെ കൂടി കൊണ്ടുവരുന്ന വഷളാക്കി. ഞാനൊന്നും അറിഞ്ഞതല്ലോ. അവള് കല്യാണ പ്രായമായിരിക്കുന്ന പെണ്ണയ്ക്ക് ഈ തല്ലിയ പാട് കേരട്ടപ്പോഴല്ലയോ കവളത്ത് തെളുത്ത് കിടക്കുന്നത്. അമ്മച്ചി സ്റ്റെല്ല ബഹു മിടിക്കാണ് അമ്മച്ചി. അതല്ലേ ഞാൻ അവളെ തന്നെ കെട്ടണമെന്ന് പറയുന്നത്. നീ അത് പറയണ്ട മോനെ. ആ പെണ്ണിനെ നമ്മുടെ കുടുംബത്തിലേക്ക് വേണ്ട. വേറൊരുത്തൻ സ്നേഹിക്കണ പെണ്ണിനെ നിനക്ക് എന്തിനാടാ മോനെ? ഈ അപ്പനും അമ്മച്ചി നാക്കെടുത്ത എരപ്പാളിത്തരെ പറയൂ. ഫോട്ടോ അവള് വാങ്ങിച്ചതായിരിക്കില്ല. എനിക്ക് ആ പെണ്ണിനെ തന്നെ മതി. എടാ മോനെ, നീ ആ പെണ്ണിനെ കെട്ടിയാൽ മറ്റവൻ എന്നും ഇവിടെ വന്നുകൊണ്ടിരിക്കും. അത് നമുക്കൊരു അധിക ചെലവല്ലേ മോനെ? എന്നാ എന്നെ ആരെക്കൊണ്ടെങ്കിലും ഒന്ന് കെട്ടിക്കേ. അതവൻ പറഞ്ഞത് ന്യായം. വേഗം വേണം. എനിക്ക് നിരാശയുണ്ട്. എന്റെ മനസ്സിന് വിഷമമുണ്ടപ്പച്ച. കുറച്ചുകൂടെ സ്ത്രീധനം കൂടുതൽ കിട്ടുന്ന വല്ല പെൺപിള്ളേർ എവിടെയെങ്കിലും ഉണ്ടോന്നൊന്ന് നോക്കട്ടെ മോനെ. എന്റെ കുഞ്ഞിന് ഇങ്ങനൊരു നിരാശ വന്നല്ലോ. ഞാൻ കാരണം സ്റ്റെല്ലയ്ക്ക് അടികൊള്ളേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. നിങ്ങൾ കാരണമാകുന്നത് ഇങ്ങനെ. ബേബി മോൾ പുസ്തകം എടുത്തപ്പോൾ എനിക്ക് പിടിച്ചു വാങ്ങാമായിരുന്നു. എങ്കിൽ ഇതൊന്നും ഉണ്ടാകുകയില്ല. നിന്റെ കവളിൽ ഇപ്പോഴും അടിയുടെ പാടുണ്ട്. എനിക്കതിൽ വേദനയുണ്ട്. ക്ഷമിക്കണം. എന്തായിരുന്നു ഇവിടെ? ഞാൻ ഇതിലെ പോയപ്പോൾ ജോണി എന്നെ വിളിച്ചു. നീ എന്തിനു നിന്നു? ഫോട്ടോ എന്റെ പുസ്തകത്തിലായ കാര്യം പറയുകയായിരുന്നു. സണ്ണി, ഒരു പുരുഷനൊന്ന് സംസാരിച്ചാൽ തകർന്നു പോകുന്നതാണോ തന്റെ സഹോദരിയുടെ മാനം? താൻ എന്റെ പെങ്ങളോട് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. തന്റെ ഇഷ്ടം നോക്കിയല്ല എന്റെ പ്രവൃത്തി. എനിക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു. അത് ആരോടും പറയും, എവിടെയും പറയും. ഇവൻ പറയുന്നേക്കാൻ നീ നിന്നെ. എന്റെ സഹോദരൻ എന്നെ ശാസിക്കുന്നത് നിങ്ങൾ ഇടപെടണ്ട. ഞാൻ സമയത്ത് പിടിച്ചില്ലായിരുന്നേ കുഞ്ഞാലിയമ്മ ഇപ്പൊ വെള്ളത്തിൽ കിടന്നേനെ. അത് പോട്ടെ, തുള്ളിച്ചാടി എവിടെ പോയിച്ചു വരുന്നു? ഞാൻ എന്റെ ചാക്കോടെ അപ്പനെ തിരക്കി പോയി. തനിക്കെന്ത് വേണം അറിഞ്ഞോട്ടെ? അല്ലല്ല, കറുത്തവാവിന് പശുക്കളാവും മാലയാണ് നടക്കുന്നതിനുള്ള ആ നടപ്പ് കണ്ടങ്ങ് ചോദിച്ചു പോയതാ. എടാ ലാസറേ,
നീ സൂക്ഷിച്ചു വേണം ഈ കുഞ്ഞലിയോട് സംസാരിക്കാൻ. നീ നിന്റെ മുതലാളിയുടെ വീടുമായിട്ട് ഒരിടപാടും ഞങ്ങൾക്ക് വേണ്ട. എന്നാലും എന്റെ കുഞ്ഞേലിയമ്മ, നിങ്ങളെല്ലാം കൂടെ ചേർന്ന് ആ സ്റ്റെല്ല കുഞ്ഞിന് തല്ലു മേടിച്ചു കൊടുത്തല്ലോ. കൊല്ലേണ്ടതാണ് അവളെ. ഏതായാലും ആ പെണ്ണിനെ എന്റെ മോന് വേണ്ട. കുഞ്ഞേലിയമ്മ പുറകോട്ട് നോക്കിയേ. അതല്ല 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 പഴയ കാര്യങ്ങളൊന്ന് ഓർമ്മിച്ചു നോക്കാൻ. ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് ഫോട്ടോ വാങ്ങിച്ചില്ല. അത് സമ്മതിച്ചു. എഴുത്തും വാങ്ങിച്ചിട്ടില്ല. അതേ അക്ഷരം അറിയാൻ വയ്യാത്തോണ്ട്. അറിയാമെങ്കിലും വാങ്ങിക്കില്ല. എങ്കിലും ഒന്ന് തന്നു നോക്കും. എനിക്ക് എഴുത്തറിയാൻ വയ്യാലോ കുഞ്ഞേലിയാമ്മേ, അല്ലെങ്കിൽ ഞാൻ തരുവായിരുന്നു. ഞാൻ മാനമര്യാദയായിട്ട് തന്നെ വളർന്നിട്ടുള്ളത്. പിന്നെ ആണോ മാനം മര്യാദയായിട്ട് തന്നെയാ വലുതായിട്ടുള്ളത്. കല്യാണത്തിന് 2-3 ദിവസം വീട്ടിലില്ലായിരുന്നു. പിന്നെ ആളുകൾ പറഞ്ഞുണ്ടാക്കിയതായിരിക്കും. അത് ഞാൻ കോന്നിയിൽ എന്റെ മാവിയുടെ വീട്ടിൽ പോയതാ. പിന്നെ അടുവ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ കുഞ്ഞേലിയാമ്മയെ വിളിച്ചിറക്കിണ്ടോന്ന് ഏത് കടോറന്മാരാ പറഞ്ഞത്? പോടാ അവിടുന്ന്. കളിച്ചേച്ചും കുഞ്ഞേലിയുടെ കയറി കളിക്കുന്നു. അയൽവാസികൾ തമ്മിൽ ഇങ്ങനെ തല്ലി നശിക്കുന്നത് ശരിയല്ല. കെട്ടുറപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു പെണ്ണിന് ഫോട്ടോ കൊടുക്കുന്നത് ന്യായമാണോ അച്ചോ? വാങ്ങിക്കാൻ മനസ്സുണ്ടെങ്കിൽ കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? അയ്യോ അച്ചോ, എന്റെ മോന് ഫോട്ടോ പിടിക്കുന്ന ഒരു വിഷയം പോലും ഉണ്ട്. എന്നിട്ടും കൂടെ അവനൊരു ഫോട്ടോ പിടിക്കാൻ ആമ്പിള്ളരായ ഒരു പടമോ എഴുത്തോ ഒക്കെ കൊടുത്തുന്നിരിക്കും. അത് ഇത്ര കേസാക്കാനുണ്ടോ? സംഭവിച്ചതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ കഴിവെല്ലാം നിങ്ങൾ മറക്കണം. പടം മേടിച്ച പെണ്ണിനെ എന്റെ മോന് വേണ്ട. അവൾ പണം വാങ്ങിച്ചില്ല. അവൻ കൊടുത്തതാണ്. അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ സ്റ്റെല്ലയോട് ചോദിക്കട്ടെ. നിങ്ങൾ ഇവിടെ ഇരിക്കണം. കുഞ്ഞെ വരൂ. ആ ഫോട്ടോ എങ്ങനെ വന്നെന്ന് എനിക്കറിഞ്ഞു. സ്ത്രീയും പുരുഷനും പരസ്പരം സ്നേഹിക്കുന്നത് തെറ്റല്ല. ഹൃദയം തുറന്ന് നിനക്ക് എന്നോട് സംസാരിക്കാം. നിനക്ക് ജോണിയോട് സ്നേഹമുണ്ടോ? അപ്പനും അമ്മച്ചിയും നിശ്ചയിക്കുന്ന കല്യാണത്തിന് അനുസരിക്കേണ്ടത് എന്റെ കടമയാണ്. മറ്റൊരു വിചാരവും എനിക്കില്ല. നീ പറയുന്നത് സത്യമാണോ? സത്യമാണ്. ശരി, സ്റ്റെല്ല പോയിക്കോളൂ. സ്റ്റെല്ല പറയുന്നത് ചാക്കോയെ കിട്ടുന്നതിന് അവർക്ക് പൂർണ്ണ സമ്മതമാണെന്നാണ്. തോമൻ പോയിക്കോളൂ. അവസരപ്പേ, സ്റ്റെല്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഫോട്ടോയുടെ കാര്യം അവൾ അറിഞ്ഞല്ല. ചാക്കോയുടെ കെട്ട് ഉറപ്പിക്കാം. അച്ഛൻ പറഞ്ഞാ പിന്നെ എനിക്ക് എതിരില്ല അച്ചോ. എന്താ വർക്കി? അച്ഛന്റെ ഇഷ്ടം പോലെ. എങ്കിൽ മനസ്സമ്മതം വേഗം നടക്കട്ടെ. ഈ പള്ളിയിൽ വെച്ചാകാവുന്നതേ ഉള്ളൂ. ഞാൻ അങ്ങനെ ആകട്ടെ. അച്ഛാ ഈ പെണ്ണിനെ തന്നെ കെട്ടണമെന്ന ചാക്കോക്കും ആശ. ഇല്ലെങ്കിൽ ചാക്കോക്ക് നിരാശ വരും. എന്റെ മോളുടെ കല്യാണം നിശ്ചയിച്ചു. അവളുടെ പുസ്തകത്തിനകത്ത് എന്റെ എതിരാളി പണം വയ്ക്കൂ. എന്റെ മോൻ ചൊണയുള്ളവനാ. അവൻ പടം നീട്ടിയാലേ അവനോ ഇഷ്ടമില്ലാത്ത പെണ്ണ് വാങ്ങിച്ചോ. ഈ തൂങ്ങി കിടക്കണ കുന്തം തൂട്ടണം എനിക്ക് നല്ല വിവരണ്ടാ. എടുത്ത് ദൂരെ കളയണോ? ബിസിനസ് ഇവിടെ പോളിറ്റിക്സ് പറ്റില്ലേ? 2 തല്ലിപ്പുള്ളി തന്താ 2 കിടാങ്ങളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ട് ഇപ്പൊ പിന്നെ ഈ മുതലാളിമാര് കശപിശ കാണിക്കുന്ന അസലം തൂട്ടണം എന്റെ ഒരു ഇംഗിതം. എന്റെ മകള് ഒരു പാവമായതുകൊണ്ട് കാര്യം അറിയാതെ പണം വാങ്ങി. എന്റെ മോൻ എടുക്കനായതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ പടം കൊടുത്തു. അങ്ങനെ വാങ്ങിയാല് അണപ്പല്ലി വാങ്ങിയല്ല. അണപ്പല്ല് എടുക്കാൻ വന്നെങ്കിലുണ്ടല്ലോ അവന്റെ തല്ല് കാണുക. പരിപാടി പറ്റില്ല.
നീ നിന്റെ അപ്പന് കൂട്ടിയാ കൂടില്ല നീ നോക്കാൻ പോയാണ് ഞാൻ പോയി റപ്പായ എനിക്ക് നല്ലോണം അറിയില്ല റപ്പായ നല്ലോണം അറിയില്ല റപ്പായിക്ക് ദേഷ്യം വന്നറിയില്ല നീയൊന്നും കൂട്ടിയാ കൂടില്ല സാമാനങ്ങളൊക്കെ കുറച്ചിട്ട് എനിക്ക് സഹിക്കുന്നില്ല എന്റെ ലാത്രിയേട്ടാ എന്നാലും ഉറപ്പായി എന്റെ ലാത്രിയേട്ടന്റെ പെടലേക്ക് പിടിച്ചല്ലോ നിന്റെ കണ്ണുനീര് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ലടാ പൈലിയേ എന്റെ കഴുത്തിന് വണ്ണമെങ്കിലും നിന്റെ കഴുത്തൊടിഞ്ഞു പോവോ നേരത്തെ എനിക്ക് അതോർത്താണ് ഞാൻ ഒന്നും ചെയ്യാതെ അവിടെ തന്നെ അങ്ങ് നിന്ന് പോയത് അളിയാ ഇതും കൂടെ അങ്ങ് അടിക്കളിയാ എന്നാട്ടെ അതെ വേണ്ട നീ കുടിച്ചിട്ട് എനിക്ക് വേണ്ട രാത്രിയേട്ടം കുടിച്ചിട്ട് പാതി എനിക്ക് തന്നാ മതി തൊണ്ടേന്ന് കള്ളിറങ്ങുമോ നോക്കട്ടെ കുടിച്ചു വേണ്ടടാ മോനെ നീ കുടി അയ്യോ എനിക്ക് വേണ്ട രാത്രിയേട്ടാ കൊച്ചി എറണാകുളം പച്ചാളം പ്രദേശത്തെ 2 പൈതങ്ങളെ ആക്ഷേപിക്കാൻ തൃശ്ശൂർക്കാരൻ റപ്പായിക്ക് അവകാശമുണ്ടോടെ ഇന്ന് ഈ പൈതൽ അവനെ അടിക്കും തൃശ്ശൂർക്കാരൻ റപ്പായി അടിച്ചില്ലെങ്കിൽ പച്ചാളത്തുകാരായിട്ട് നമ്മൾ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ ഞാൻ അടിക്കില്ല ശ്രീയേട്ട അവനെ ഞാൻ അടിക്കുവാണ് കള്ളുടിച്ചേ കാച്ചെന്നിട്ട് പോയി അടിക്ക് ഇച്ച പോടാ റപ്പായാന്ന് തോന്നുന്നു ലാത്രിയേട്ടാ പൊട്ടിക്കട്ടെ ആ പൊട്ടിച്ചു ഇത് റപ്പായി അല്ല ആള് തെറ്റിപ്പോയി ഇത് റപ്പായി അല്ലല്ലോ അവനങ്ങ് ഇരിപ്പായി ഓനെ മനസ്സിലായിക്കടാ ഞങ്ങൾക്ക് ആള് തെറ്റിപ്പോയതാ ഞങ്ങള് റപ്പായിയെ പോയി അടിച്ചേച്ചും വരാൻ കേട്ടോ എവനെ പുറത്തു പോ നാളേക്ക് കള്ളു കൊടുത്തേക്കണം കേട്ടോ പിന്നെ വന്നോ ഇത് ഇവിടെ രാഷ്ട്രീയം പറ്റില്ല ഇത് ടീഷാപ്പണോ നിന്റെ ഈ മർദ്ദനത്തിന്റെ പരിപാടി ഉണ്ടല്ലോ അവിടെ നടക്കില്ല പോയാ പണി നോക്കിയ പണി പൊട്ടിച്ച് കയ്യിരുന്ന എവിടേക്കല്ല പണ്ടാറകള് കർത്താവേ കുർബാനക്ക് പള്ളിയിലും മണി അടിക്കാതെ എന്താണ് മോനെ അടിക്കുന്നുണ്ട് കേക്കാഞ്ഞിട്ടാ ചെവി പറഞ്ഞാ കേൾക്കാത്തവര് പിന്നെ എങ്ങനെ പള്ളിമണി കേൾക്കുന്നത് പള്ളിമണി മണിയടി തന്നെ അമ്മച്ചി പള്ളി പോയിട്ട് വരണം അതൊക്കെ നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ
നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. കാറ്റു വിതച്ചു കൊടുങ്കാറ്റ് കൊയ്യുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ, കാറ്റു വിതച്ചു കൊടുങ്കാറ്റ് കൊയ്യുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ, അന്തിക്കിടയനെ കാണാതലഞ്ഞിടും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ മേയും, ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. ദുഃഖിതർ ഞങ്ങൾക്കായി വാഗ്ദാനം കിട്ടിയ സ്വർഗ കവാടത്തിൻ മുൻപിൽ, ദുഃഖിതർ ഞങ്ങൾക്കായി വാഗ്ദാനം കിട്ടിയ സ്വർഗ കവാടത്തിൻ മുൻപിൽ, മുൾമൂടി ചൂടിക്കുരിശും ചുമന്നീത മുട്ടി വിളിക്കുന്നു ഞങ്ങൾ, ഇന്നും മുട്ടി വിളിക്കുന്നു ഞങ്ങൾ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. ഞാൻ കാരണം സ്റ്റെല്ല വളരെയേറെ വേദനിച്ചു. എനിക്കതിൽ വിഷമമുണ്ട്. സ്റ്റെല്ല, എല്ലാം മറക്കും. സ്റ്റെല്ലയ്ക്ക് സുഖമായ ഒരു കുടുംബജീവിതം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അടികൊണ്ട പാട് ഇപ്പോഴും മാഞ്ഞിട്ടില്ല. ഞാൻ കാരണം വീണ്ടും അടികിട്ടും. എനിക്ക് വേണ്ടി ഇത്രയെങ്കിലും വേദനിക്കും. അതിലേറെ വേദന എന്റെ ഉള്ളിലുണ്ട്. അയ്യോ, എന്താടാ മോനെ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ല സ്റ്റെല്ലയെ ഉടനെ എനിക്ക് കെട്ടിച്ചേരാൻ. പോയപ്പച്ച പോയി, അവള് പോയപ്പച്ച. എവിടെ പോയി മക്കളെ? ഞാൻ പള്ളിയിൽ പോയി വരുമ്പോ അവളും ജോണിയും കൂടെ കുറ്റിക്കാടിന്റെ ഇടയിലുള്ള വഴിയില് ഞാൻ കണ്ടപ്പച്ച. ഇതിന് ഞാൻ സമാധാനം ഉണ്ടാക്കാം. കുഞ്ഞാലി അപ്പച്ച, നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മുതലാളി. ആ ജോണിക്ക് തടവാൻ വേണ്ടി സ്റ്റെല്ല കുഞ്ഞും കവളും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇനി ഞാൻ അവളെ ജീവനോടെ വെച്ചേക്കില്ല. എന്റെ മകളൊക്കെ അവളില്ലേ അവള്. അവൾ വൃത്തിയാണ് ഇതൊക്കെ കാരണക്കാരി. അവനെ കുറ്റം പറയണ്ട. മനസ്സമ്മതം നിശ്ചയിച്ചിരിക്കുന്ന പെണ്ണ. ഒന്ന് പതുക്കെ പറ. ഇനി എല്ലാം ഉറക്കെ തന്നെ തീരുമാനിക്കാൻ പോവുകയാണ്. വളരെ ഉറക്കെ. എന്റെ മോന് നീ കൂടി നിൽക്ക. ഇന്ന് ഞാൻ അതിന് സമാധാനം ഉണ്ടാക്കും.
ഇനി ഒരു സമാധാനം എനിക്ക് കേൾക്കണ്ട. തന്റെ പെണ്ണിനെ ഞങ്ങൾക്ക് വേണ്ട. അഴിഞ്ഞു നോക്കണ പെണ്ണിനെ എന്റെ മോൻ കെട്ടൂല. കുഞ്ഞു വരുന്നുണ്ട്. ഇനി അവക്ക് മനസ്സ് ചോദ്യവും കിട്ടുമെന്ന് വേണ്ടി വരില്ല. ഒരു ശവപ്പെട്ടി തയ്യാറാക്കിയാൽ മതി. ചെല്ലാം പോകരുത്. തന്നെ വെടിവെച്ചേ കഴിയുന്നുണ്ടെങ്കിൽ ഈ നെഞ്ചിൽ വെടിവെക്കാം. കുറെ കൂടി വിരിഞ്ഞ മാറും നിറഞ്ഞ ഹൃദയവും എന്റേതാണ്. താമസിച്ചാൽ വെടിവെക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. ഒരു പെണ്ണും ആണും തമ്മിൽ സംസാരിച്ചാൽ വെടിയാണ് കുറഞ്ഞ ശിക്ഷയെങ്കിൽ ദേഹമാകട്ടെ. തോക്കുന്നവരെ തനിയെ വെടിവെച്ചിട്ടില്ല. പൗരുഷമുള്ള ഒരു മനുഷ്യന്റെ അതിന്റെ പിന്നിൽ വേണം. വെക്കണോ വെടി? അവള് പോയി പോട്ടെ, എനിക്കിനില്ല. ഫോട്ടോ അവള് ചോദിച്ച് വാങ്ങിച്ചു തന്നെയായിരിക്കും.
ചെല്ല, നിന്റെ ഹൃദയം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്റെ ഹൃദയം എനിക്ക് കാണാൻ കഴിയുന്നില്ല. ചേച്ചി ക്ഷമിക്കണം. ക്ഷമിക്കാൻ ഒന്നുമില്ല കുഞ്ഞ്. സ്നേഹം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ദൈവം എനിക്ക് നീണ്ടു പിടിച്ചില്ല. ഇന്ന് ഞാൻ എന്റെ ബേബി മോളിൽ മാത്രമായി എല്ലാ ആനന്ദവും കണ്ടെത്തുകയാണ്. നീയും നിന്റെ ചുറ്റുപാടുകളെല്ലാം മനസ്സിലാക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പനെയും ചേട്ടനെയും അനുസരിക്കണമെന്നാണ് എന്റെ ആശ. അങ്ങനെ തന്നെ വേണമെന്നാണ് എനിക്കും പറയാനുള്ളത്. എന്നാൽ നിനക്കത് കഴിയാതെ വന്നാലും എന്റെ ഹൃദയം കൊണ്ട് ഒരിക്കലും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയില്ല. എന്താ മടി? ഒന്നുമില്ല മച്ചി. സാറിന്റെ ഫോട്ടോ തന്നില്ലല്ലോ. അതിനല്ലേ ഞാനിവിടെ കാത്തു നിൽക്കുന്നത്. ഞാനേ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നെന്ന് അറിയാമോ? നിന്റെ ഒരു നേക്കറ്റ് ഫോട്ടോ എടുക്കാൻ. എന്നാ ഇപ്പൊ തന്നെ എടുക്കും. ഇവിടെ വെച്ച് പറ്റില്ല. നമുക്ക് ആ കാടിന്റെ മറവിലോട്ട് പോവാം. അതെന്തിനാ? നേക്കഡ് അല്ലേ? അതെന്തെന്നാ? ഓ അയ്യോ വേണ്ട വേണ്ട പ്ലീസ് മതി, എന്റെ പ്രേമല്ല. വേണ്ട വേണ്ട, അങ്ങനെയൊന്നും ഞാൻ നിൽക്കില്ല. പ്ലീസ് നിക്കൂ നിക്കൂ നിക്കൂ. ഐ ലവ് യു. എന്നെയാണോ? എന്നെ ഒന്ന് എടുത്താട്ടെ. നേക്കറ്റാ? മോളെ എന്താ ബേബി അത്? എന്താ ഡിസ്റ്റല്ല ഇത്? ഒന്നുമില്ല മച്ചി. ബേബി മോളെ, ബേബി മോളെ, ഏയ് ബേബി മോളെ, ആ ഫോട്ടോ ഇനി താമോളെ. അയ്യോ എന്റെ പൊന്നു മോളല്ലേ, ചക്ര മോളല്ലേ, താമോളെ. ഇതെന്റെ ഫോട്ടോ അല്ല, എന്റെ ബേബി മോളല്ലേ, താമോളെ. ജോണിങ്ങളോട് വഴക്ക് കൂടല്ലേ, അതും തരൂല. ശരി, ഞാൻ ഇനി വഴക്ക് കൂടില്ല. ഓ മിണ്ടാ. ഒരു കഥ പറഞ്ഞാൽ തരാം. പിന്നെ പറയാം. ഇതാ ഇത് തിന്ന്. പറഞ്ഞാൽ ഫോട്ടോ തരാം. ചെല്ലാണ്ടി ചെല്ലാണ്ടി. നിന്റെ മനസ്സമ്മതം നാളെയല്ലേ? അതെ. പിന്നെ നീ ഇപ്പോൾ വന്നത്? ജോണിയുടെ ഫോട്ടോ അല്ലേ? ഇതെന്തിനു കൊണ്ടുവന്നു? ജോണി ജോണി ഇവിടെയുണ്ട് എന്റെ ഹൃദയത്തിൽ. ഞാൻ ജോണിയെ സ്നേഹിക്കുന്നു. അതാണ് ഇന്ന് തന്നെ തുറന്ന മനസ്സുമായി ഞാൻ ഇവിടെ വന്നത്. ഞാൻ ജോണിയെ സ്നേഹിക്കുന്നു. ഞാൻ കുറ്റക്കാരിയാണ് ഒച്ച. പ്രേമം ദൈവികമായ പ്രേരണയാണ്, സൃഷ്ടിയുടെ പ്രേരണ. പരിശുദ്ധമായ ഹൃദയത്തോടുകൂടി സ്ത്രീയും പുരുഷനും തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നത് ദിവ്യമായ പ്രക്രിയയാണെന്ന് മനസ്സിലാക്കും. പ്രേമം കുറ്റമല്ലല്ല. മനസ്സമാധാനത്തോടെ നിനക്ക് പോകാം.
ചെല്ല. എവിടെ പോയിരുന്നത്? എല്ലാ പള്ളിയിൽ പോയതിനു പോലും വഴക്ക് പറയും. വള്ളത്തിന് പുറത്തിറങ്ങി. നീ ഒരുത്തം കാരണമാണ്. കേട്ടില്ലേ? മേലാൽ നീ ഒറ്റയ്ക്ക് പുറത്തിറങ്ങിയാൽ അപ്പൊ ഞാൻ കാണിച്ചു തരാം. അത്ര വലിയ വാശിയാണെങ്കിൽ ഞാൻ അവിടെ ചെന്ന് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരും. നിനക്ക് പൗരുഷം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ആ പെണ്ണിനെ കയറ് വെച്ച് തല്ലിയപ്പോ അത് ചെയ്യേണ്ടതായിരുന്നു. വല്ലതും പറഞ്ഞോടാ. അമ്മച്ചി പിന്നെയും തുടങ്ങി. പൊളിച്ചു വന്നതാ അല്ലേ പൊന്നുമോളെ? പ്രായമായവരുടെ മനസ്സിലല്ലേ കുശുമ്പും വാശിയും ഒക്കെ ഉള്ളൂ. അതെന്താണോ ജാനി? അതിനെ വിട്ടേക്കണോപ്പ. തല്ല് കൊള്ളിക്കാതിരിക്കുന്നതാണ് നല്ലത്. മോളെ മോളുടെ ഉടുപ്പണിക്ക് തരാമോ? അവര് തമ്മിൽ സംസാരിച്ചിട്ട് അവർക്ക് രണ്ടുപേർക്കും നല്ലതുപോലെ മനസ്സിലാവുന്നു. പ്രായമായവർക്ക് കുട്ടികളുടെ ഹൃദയമാണ്. അവൾ ഹൃദയം തുറന്ന് സംസാരിക്കുന്നു, അമ്മച്ചി കേൾക്കുന്നു. മോളെ, മോക്ക് അങ്കിളിനോട് പിണക്കമാണോ? മോള് ഇനി അങ്കിളിനോട് കൂട്ടുകൂടൂല്ലേ? ദൈവം തന്റെ ഹൃദയം കൊടുത്താണ് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നത്. നമ്മൾ ഈ ഹൃദയത്തിന് വിഷം കലർത്തി വളർത്തിയെടുക്കുന്നു. ത്രേസ്യേ, കുഞ്ഞെ ഇങ്ങോട്ട് എടുക്ക. മോളിങ്ങോട്ട് വാ. ബേബി ഇവിടെ വാടി, ഇവിടെ വാടി. എന്റെ കരളെ, ഇവിടെ വന്നത് മുതൽ ഞാൻ നിന്നെ പ്രേമിച്ചു പോയി. അതിന് തരക്കേടില്ല. എനിക്ക് ചിലവിന് തരണം. അതിനുള്ള കഴിവുണ്ടോ? കൊള്ളാം, നല്ല ചോദ്യം. നീ എന്റെ കയ്യിൽ ക്യാമറ കണ്ടിട്ടില്ലേ? എടുത്തു കഴിയാനുള്ള കഴിവ് എനിക്കുണ്ട്. കയ്യിൽ തൂമ്പ ഇരുന്നാലും വേണ്ടില്ല. എനിക്ക് പിള്ളേരുണ്ടായാലേ അവർക്ക് ചെലവിന് കൊടുക്കണം. അത് ഞാൻ ഏറ്റുമ. ലോറിയിൽ അച്ഛനായിരിക്കുമോ? ആയാൽ തന്നെ എന്താ തങ്കം, നമ്മുടേത് അനുരാഗമല്ലേ. ഓക്കെ, എനിക്ക് ഒരൊറ്റ പ്രേമനൈരാശ്യമേ ഉള്ളൂ. എന്തോന്നാ? നിന്റെ ഒരു നേക്കഡ് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. അയ്യോ, ഇപ്പൊ അതൊന്നും വേണ്ട. ഞാനൊരു കാമുകനാണ്. അയ്യോ, ഞാൻ ചുറ്റിക്കാരൻ ഔസേപ്പിന്റെ മകനാണ്. എവിടാ നിന്റെ വെള്ളം? എവിടാ? ഔസേപ്പ് പറയുന്ന ആളോട് ഇവിടെ. ആരാ? ആരാ? ഞാനാ. അയ്യോ, എന്റെ പൊന്നു മോനെ, എന്തിനാണ് നിന്നെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്? അയ്യോ, എന്ത് പറ്റി മോനെ? ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് അടുത്ത് വരെ. നിങ്ങൾ പണക്കാരെ ഒളിച്ച് താമസിക്കാൻ വരുന്നെന്ന് കരുതി പാവപ്പെട്ട പെൺകുച്ചുങ്ങൾ കയറത്തൊന്നും കഴിയില്ലേ? എന്റെ ചെറുക്കനെ പറ്റി അനാവശ്യം പറയരുത്. ആ പെണ്ണ എട്ടും പൊട്ടും അറിയാൻ വയ്യാത്ത ഈ കൊച്ചനെ വശീകരിച്ചോണ്ട് പോയത്. മോനിങ്ങി പോരടോ. ആണോ? ആഹാ, അങ്ങനെയാണല്ലേ. ഇടി അടിയുടെ കരണ്ട്. പിന്നെ കടിക്കും. അവൻ ചുറ്റിക്കാരൻ ഔസേപ്പിന്റെ മോനാ, കണ്ടോളണം. അടിയുടെ കരണത്ത് ചുറ്റിക്കാരൻ ഔസേപ്പിന്റെ മകന്റെ കരണത്തുണ്ട്. ക്യാമറ ഓടാ. ഓടിയാണ്.
ഞാൻ അവിടെ നിന്നാലേ അവൻ അവളെ കൊണ്ട് എന്നെയും തല്ലിക്കില്ലടി മണ്ടി. അപ്പൊ ഞാൻ അറിയാതെ തന്നെ എന്തെങ്കിലും കടുങ്കൈ ചെയ്തു. അതാ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നത്. അപ്പ പോയപ്പ നമുക്ക് ഈ അവമാനം സഹിച്ച് ഇവിടെ ജീവിക്കണ്ട മോനെ. നമുക്ക് ഈ മണപ്പുറത്തുനിന്ന് പോവാം. അല്ല കാര്യത്തിനാ മണ ഔസേപ്പിന്റെ വള്ളം പോകുന്ന ലാസറേ. ആ പോകുന്നു. എടാ ലാസറേ, മുല്ലക്കൽ വർക്കി ഇതുവരെ ആരോടെങ്കിലും തോറ്റിട്ടുണ്ടോടാ? തോറ്റിട്ടില്ല, തോറ്റില്ല, തോക്കുകയുമില്ല. എടാ ഇപ്പൊ തോറ്റു. മുതലാളിയോ? തോറ്റില്ല. പട്ടി തോറ്റിന്ന് പറയാ. എന്നാ തോറ്റിട്ടുണ്ട്, തോക്കുകയും ചെയ്യും. ആരാണ് എന്നെ തോൽപ്പിച്ചത്? പാട്ടുമ്മ തൊമ്മ. എന്റെ മകളെല്ലാം തോൽപ്പിച്ചതാ. തോൽപ്പിച്ചോ, തോൽപ്പിച്ചേ. അച്ഛന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു ജോണിയെ ഇഷ്ടമാണെന്ന്. എന്ന് പറഞ്ഞു. എന്റെ മോള്, എന്റെ സ്റ്റെല്ല മോള് എന്നെ തോൽപ്പിക്കോടാ. ഓട്ട മലയാളി വന്നതൊക്കെ വന്നു, കഴിഞ്ഞതൊക്കെ മറക്കും. മുല്ലക്കൽ വറക്കി തോറ്റിരിക്കുന്നു. അതുകൊണ്ട് നീ എന്ത് ചെയ്യാൻ പോകുന്നു? വന്നാട്ട മലയാളി, ഇവരെ നമുക്ക് അകത്താക്കാം. എന്റെ പിള്ളേരെ രാഷ്ട്ര ഇപ്പൊ തോൽപ്പിച്ചതാരാ? അല്ല, മാട്ടുമ്പഴത്തമ്മ. മാറ്റി കേട്ടില്ല. എന്തോ മാറ്റി കേട്ടു? വള്ളം. ആ വള്ളം. നാളെ നേരം വെളുത്ത് ഞാൻ എണീക്കുന്നതിന് മുമ്പ് ഈ വെള്ളം മാറ്റുമെത്തമ്മന്റെ വെള്ളത്തിന്റെ അടുത്തുനിന്നും മാറ്റി കേട്ട. എന്റെ മോള് പോയാ? എന്താ നോക്കുന്നത്? അല്ല, ബർക്കിച്ചേട്ടന്റെ വള്ളം പോയാ? അവര് അവരുടെ വള്ളം അങ്ങോട്ട് നീക്കി കെട്ടി. ഒരു ഡസൻ ഓറഞ്ച് വേണം. തരാല്ല. എന്നാലേ നമ്മുടെ ബേബി മോൾക്ക് ഒരു ഓറഞ്ച് കൊടുത്തിട്ടേ ബാക്കി കച്ചവടം ഉണ്ട്. അല്ല, ബാക്കി വെള്ളം മാറ്റി കിട്ടിയോ? എന്നാൽ നമ്മുടെ വെള്ളവും അങ്ങോട്ട് ഉടനെ മാറ്റി കിട്ടും. നമ്മൾ എന്തിനാ വഴക്കിനും മത്സരത്തിനും ഒക്കെ പോകുന്നത്? മാട്ടുമേൽ തോമിന് തീണ്ടലുണ്ടോടി? എന്റെ വള്ളത്തിൽ മുട്ടിക്കണ്ട അവന് പ്രശ്നമാണോ? അതറിയാം. എടാ പൈലി, ഇതിന് പൈലിയൊന്നും വേണ്ട, ഞാൻ തന്നെ വെള്ളം മാറ്റി കെട്ടിക്കൊള്ളാം. എന്നാ വൈകുന്നേരത്ത് അവന്റെ പതിവ് പരിപാടി തുടങ്ങുമ്പോ, അതായത് കുടിക്കാൻ കോപ്പ കയ്യിലെടുക്കുമ്പോ കുണ്ടി പൊട്ടിക്കണം. അങ്ങനെ കള്ളുകൊണ്ട് അഭിഷേകം ചെയ്തിട്ട് അവന്റെ പുഷ്ടി മാറ്റണം. നിന്റെ അമ്മായി അമ്മയുടെ തറച്ചവര് പോകരുത്.
വരണമല്ലോ വഴക്കിൽ വെള്ളത്തിൽ പടച്ചു കയറിക്കോളാം. ഒന്ന് കഴിഞ്ഞാൽ നീയൊക്കെ ജനിച്ചപ്പോ ഞാനടി ഇതൊക്കെ ഉണ്ടായി. മുതലാളി കോപിക്കാതെ നല്ല സാധനം ഞാൻ വേറെ കരുതിയിട്ടുണ്ട്. കടയിലും ഷാപ്പിലും കിട്ടൂല. പുറത്തിറങ്ങി നടന്ന കുടിലവ്യവസായം കിട്ടും. കുടിലവ്യവസായം കുടിലവ്യവസായം. ഇവിടെ എല്ലാം വെറുതെ എന്താണ് അവിടെ കുറ്റം മാറ്റി കിടക്കില്ലല്ലേ? രാത്രി പോകണം. ഇതല്ലേ ഭയപ്പെടാനൊന്നുമില്ല. മദ്യത്തിൽ നിന്നുള്ള വിഷം തലച്ചോറിനെ ബാധിച്ചിരിക്കുകയാണ്. ആൽക്കഹോൾ പോയ്സൺ തലച്ചോറിൽ ബാധിച്ചാൽ ഒരു തരം ഭ്രാന്ത് പോലെയാണ്. കാണാത്തതെല്ലാം കാണുന്നെന്ന് തോന്നുന്നു, ഇല്ലാത്തതെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ? ഇനി മേലിൽ കുടിക്കാൻ പാടില്ല, അപകടമാണ്. ചേട്ടത്തിയെ, കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഈ മനുഷ്യന്മാരെന്തിനീ കള്ളും ചാരായം മാറ്റി കുടിക്കുന്നു? ആ കാശ് കൊടുത്ത് നല്ല പശുവും ചാരായം അല്ല പശുവും പാല് വാങ്ങിച്ചു കുടിക്കരുത്. ഉണ്ടായിരിക്കണേ. കുടിച്ചു കുടിച്ച് അവൻ പോക്ക. ഡാക്ടറല്ല, ദൈവം വന്നാലും രക്ഷപ്പെടില്ല. അയ്യോ വേണ്ട മോളെ, അങ്കിളിന് മീൻ പിടിക്കാൻ അറിയില്ല. സ്റ്റെല്ല ആന്റൂടി എന്ന് പറയൂ. എനിക്ക് മീൻ പിടിക്കാൻ വശമില്ല. വശമില്ലേ? എന്നിട്ട് രണ്ട് പരൽമീനുകളെ പിടിച്ച് പുരികങ്ങളുടെ താഴെ സൂക്ഷിച്ചിരിക്കുന്നത്. പിടയ്ക്കുന്ന പരൽമീൻ കണ്ടാൽ കണ്ണുകളാണെന്നേ തോന്നുന്നു, അല്ലേ മോളെ? കവിത നന്നായിട്ടുണ്ട്. കവിളിലെ അടയാളം ഇനിയും പോയിട്ടില്ല. ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവളോട് സംസാരിക്കരുതെന്ന്. സംസാരിച്ചതെന്താ പാതി വൃത്യം പോകുമോ? അയ്യോ വേണ്ട ചേട്ടാ, അയ്യോ അയ്യോ
ചേട്ടൻ പുഴയിൽ കിടന്ന് വെള്ളം കുടിക്കുന്നു. എടുത്തോണ്ട് പോകാൻ പറ. ആൾക്ക് കുടിക്കാനുള്ള വെള്ളമാ. എടി സ്റ്റെല്ല, വാടി ഇവിടെ. ഈ അണ്ടത്തെ കുളിച്ചു താമസം ഒരു സുഖമായില്ല. ഉള്ള മനസമാധാനവും കൂടി പോയി. അല്ല, നമ്മുടെ കുളിച്ചതാവസ്ഥയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പച്ച, നമുക്ക് നമ്മളിൽ നിന്ന് തന്നെയാണ് തോൽവി പറ്റിയത്. വന്നതൊക്കെ വന്നു. നമുക്ക് ഉടനെ ഇവിടെ നിന്ന് മടങ്ങി പോവാം. ശരിയാണ്, പോകാൻ തയ്യാറായിക്കും. ഞാൻ പോട്ടെ ബേബു മോളെ. എടി ഇങ്ങോട്ട് വാ. എടി ഇങ്ങോട്ട് വരാൻ. എന്തിനാ നമ്മൾ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ കൂടി കരിപുരട്ടുന്നത്? തന്റെ ഉപദേശം ഒന്നും വേണ്ട. അമ്മച്ചി എന്താടി ഇവള് മഹാ ചീത്തയാണ് അമ്മച്ചി വളരുന്നത്. ജാണി എടുത്തൊരു സ്നേഹം കൊടുക്കമ്മച്ചി. രണ്ട് കൊടുക്കമ്മച്ചി. ഇഞ്ഞും ഒന്ന് മാറി കൊച്ചാ അങ്ങോട്ട്. കൊച്ചു വീഴും ചെയ്തല്ലോ. ഇങ്ങോട്ട് മാറണേ. ഇങ്ങോട്ട് മാറും ഒറ്റ വഴി. നീ ആ ഗ്ലാസിന്റെ സാധനമൊക്കെ പെറുക്കി വെക്ക്. ശരി ലാസറേ, എടുത്തു വെച്ചോ. ഒന്ന് പിടിച്ചാൽ ബേബി മോളെ കണ്ടോ? ഇവിടെ ഇല്ലല്ലോ. അവൾ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അയ്യോ, കാണുന്നില്ലല്ലോ. അയ്യോ, എവിടെ പോയി? അയ്യോ മോളെ, ബേബി മോളെ കാണുന്നില്ല. ഇവിടെ എങ്ങനെ കാണും? ഞാൻ പെട്ടെടുത്തുള്ള നടക്കുന്നുണ്ടല്ലോ. അടുത്ത വണ്ടത്തിൽ പോയി നോക്കാം, അവിടെ കാണും. പോയി നോക്ക് മോളെ. മോളെ എടാ, കൊച്ചു പിന്നെ എവിടെ പോയിരിക്കും? കൊച്ചു വീട്ടാണിരിക്കുന്നത്. അല്ല, കുന്തം പോയാ കുടത്തിനും താഴണമെന്നുണ്ടോ? അതാ ഞാൻ നോക്കി. ഇതിനകത്തുണ്ടായിരുന്നല്ലോ അങ്ങോട്ട്. നീ മനുഷ്യരെ കിറുക്കി പിടിപ്പിക്കൂടാ. നമുക്ക് അടങ്ങുകയുള്ളൂ. മോളെ, മോളെ, ബേബി മോളെ, ബേബി മോളെ, ബേബി മോളെ, ബേബി മോളെ, ബേബി മോളൊന്ന് എവിടെ? ഇല്ലല്ലോ. ഇല്ലേ? വീണയുടെ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ. കുഞ്ഞിനെ ഇവിടെയും കാണാനില്ല. അയ്യോ അപ്പച്ച, കുഞ്ഞിനെ ഇവിടെയും കാണാനില്ല. ബേബി മോളെ, ബേബി മോളെ, ചേട്ടാ, ബേബി കാണാനില്ല. ബേബി കാണുന്നില്ല. എവിടെ പോയി? അയ്യോ, കാണുന്നില്ലല്ലോ. ജോണി, ജോണി, ബേബിനെ കണ്ടോ? എവിടെ പോയി? അയ്യോ, കാണുന്നില്ലല്ലോ.
ഒരു ശവപ്പെട്ടി വാങ്ങാനുള്ള കഴിവ് എനിക്കുണ്ട് ജോണി. ശവപ്പെട്ടിയുടെ കാര്യത്തിൽ വഴക്ക് കാണിക്കരുത്. അതാവശ്യമുള്ളവർ വാങ്ങാറില്ല, വാങ്ങുന്നവർ അതുപയോഗിക്കാറില്ല, ഉപയോഗിക്കുന്നവർ അതറിയാറുമില്ല. ഇന്നീ വാസമെനിക്കില്ല, ഭൂമിയിൽ എന്നമ്മയോടും ശിഷ്യജനത്തോടും എൻ പിതാവെന്നെ പാർത്തു വിളിക്കുന്നു. ഞാൻ പോകാൻ വട്ടം കൂട്ടുന്നു കന്യകേ. ഞാൻ പോയാലും അമ്മേ നിന്റെ ബുദ്ധിയിൽ മാനസത്തിലും പാർക്കുന്നല്ലോ സദാ. Domini nostro. സണ്ണി, പെട്ടിയെടുക്കാം. വർക്കിച്ചൻ എവിടെ?
മോളെ സമാധാനിക്ക്. ദൈവകൽപ്പന അനുസരിക്കാതിരിക്കാൻ ഒക്കുമോ? പ്രസവിച്ച തള്ളയല്ലേ, നിനക്ക് സഹിക്കാനൊക്കെ ആർക്കും തന്നെ സഹിക്കാനൊക്കില്ല മോളെ. നമുക്ക് നമ്മുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. കരയാതിരിക്കും മോളെ. നമ്മളെ ബേബി മോളവിടെ ബേബി മോളെ നമ്മളെ കൊടുക്കും. മാത്രം അറിയാമായിരുന്ന ഒരു കുഞ്ഞിനെ
നമ്മൾ കൊന്നു. നമ്മുടെ കിടമത്സരം കാരണം ആ കുഞ്ഞു മരിച്ചു. എനിക്ക് ആ കുറ്റബോധമുണ്ട് ജോണി. സണ്ണി, ബേബി മോളുടെ ഈ കുഴിമാടത്തിൽ കത്തുന്ന മെഴുകുതിരി വെളിച്ചം സ്നേഹത്തിൻ്റെതാണ്. അത് എന്നും അണയാതെ നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കട്ടെ. അപകടം കാണിക്കരുത്. അപ്പച്ചാ! സണ്ണി! 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 സണ്ണി!